വെൽക്കം ടു 8 ബാസൻ. എൻ്റെ പേര് അജയ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന ഡിഷ് പാൻ റോസ്റ്റ് ചിക്കൻ എന്ന് പറഞ്ഞ ഒരു കോണ്ടിനെൻ്റൽ ഡിഷാണ്. അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ചിക്കൻ ബോൺലെസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ചിക്കൻ ബ്രസ്റ്റ്, അതിൻ്റെ ഒരു പകുതി പീസ് മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. പിന്നെ വേണ്ട സാധനങ്ങൾ ഓണിയൻ പൗഡർ, ഡ്രൈഡ് ഓണിയൻ പൗഡർ, ഗാർലിക് പൗഡർ, പിന്നെ ചോപ്ഡ് ഹെർബ്സ്, റോസ്മേരി, തൈം, സാൾട്ട് ആൻഡ് പെപ്പർ. പിന്നെ ബാക്കിയുള്ള സാധനങ്ങൾ അതിൻ്റെ സൈഡ് ഡിഷിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അത് കുറച്ച് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ്. അപ്പം ആദ്യമായിട്ട് ചിക്കൻ മാരിനേറ്റ് ചെയ്യാം. ചിക്കൻ എടുത്ത് കുറച്ച് ഓണിയൻ പൗഡർ, ഗാർലിക് പൗഡർ, സോൾട്ട്, കുറച്ച് ക്രഷ്ഡ് പെപ്പർ, പിന്നെ കുറച്ച് ഓർസെസേർ സോസ്, പിന്നെ കുറച്ച് ഹെർബ്സ്, കുറച്ച് ചോപ്പ് ചെയ്ത റോസ്മേരിയും തൈമും. ഇതെല്ലാമായിട്ട് ഈ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യണം. കുറച്ച് ബട്ടറും കൂടെ നമുക്ക് ഇതിലേക്ക് ഇടാം. മാരിനേഷൻ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. പാൻ ചൂടാക്കി, പാൻ ചൂടായ ശേഷം മാരിനേറ്റ് വെച്ചിരിക്കുന്ന ചിക്കൻ അതിൽ നമുക്കൊന്ന് സീൽ ചെയ്തെടുക്കാം. ചിക്കൻ്റെ രണ്ട് സൈഡും ജസ്റ്റ് ഒന്ന് സീലായതിന് ശേഷം സ്റ്റോക്ക് അതിൽ ആഡ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഓവനകത്ത് റോസ്റ്റ് ചെയ്യണം. ഓവനകത്തുനിന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. 160 ഡിഗ്രിയിൽ ഒരു 6 മിനിറ്റ് ആ ചിക്കൻ കുക്ക് ചെയ്യണം നമുക്ക് ഓവനകത്ത്. ആ സമയത്ത് നമുക്ക് അതിൻ്റെ സൈഡ് ചെയ്യാം. അപ്പം അതിന് സൈഡിൽ വേണ്ട സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ, നേരത്തെ നമ്മൾ ഓവനകത്ത് റോസ്റ്റ് ചെയ്ത് വെച്ച പൊട്ടറ്റോ ആണിത്. അത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് അത് ബട്ടറിലൊന്ന് ഗ്രില്ല് ചെയ്യണം. അപ്പോൾ അത് നമുക്ക് ഓവനിൽ ഈ ചിക്കൻ ആവുന്ന സമയത്ത് നമുക്കത് ചെയ്യാം. അതിനേക്ക് വേണ്ടിയിട്ട് പാനിൽ കുറച്ച് ബട്ടർ ഇടുക. എന്നിട്ട് ഈ കുക്ക് ചെയ്ത പൊട്ടറ്റോ ജസ്റ്റ് അതിലിട്ടൊന്ന് ഗ്രില്ലാവാൻ വേണ്ടിയിട്ട് ഇടുക. ഇത് നമുക്ക് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ആ സമയത്ത് ഇതിൻ്റെ അടുത്ത സൈഡ് ഗ്രീൻ ഗ്രാം റാവ് അത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നു. അതിന് വേണ്ടിയിട്ട് ബട്ടറിൽ കുറച്ച് ചോപ്പ് ഗാർലിക്, കുറച്ച് ചോപ്പ് ഒണിയൻ ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. കുറച്ച് ചോപ്പ് ചെയ്ത ക്യാരറ്റും കൂടി ഇടുക. നേരത്തെ നമ്മൾ ബോയിൽ ചെയ്ത് വെച്ച ചെറുപയർ ഒരു ശകലം ഇതിലിടുന്നു. അതിൽ കുറച്ച് സോൾട്ട്, കുറച്ച് പെപ്പർ. അന്ന് സോട്ടായതിന് ശേഷം ക്രീം ആഡ് ചെയ്യുന്നു, ഫ്രഷ് ക്രീം. അപ്പം അതിൻ്റെ ഒരു മറ്റൊരു സൈഡായ ഗ്രീൻ ഗ്രാം റാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി ചിക്കൻ്റെ കൂടെ തന്നെ വെജിറ്റബിളിൻ്റെ ഒരു സൈഡും കൂടെ ഉണ്ട്, വെജിറ്റബിൾ സ്റ്റൂ. അപ്പോൾ അത് നമുക്ക് അടുത്തായിട്ട് ഉണ്ടാക്കാം. അതിന് വേണ്ടി കുറച്ച് ബട്ടർ, കുറച്ച് ഗാർലിക്, ചോപ്പ് ചെയ്ത ഗാർലിക്. അതിനുശേഷം അതിലേക്ക് കുറച്ച് ടൊമാറ്റോ പ്യൂരി ഒഴിച്ച് ഒന്ന് നന്നായിട്ട് കുക്കാക്കുക. ആവശ്യത്തിന് സാൾട്ടും പെപ്പറും ഇടുക. ഈ ടൊമാറ്റോ പ്യൂരി നന്നായിട്ട് തിളച്ചതിന് ശേഷം നമ്മളതിലേക്ക് ഈ വെജിറ്റബിൾസ്, നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ്, ഇതിൽ വേറൊന്നുമില്ല, ഗ്രീൻ പെപ്പറും റെഡ് പെപ്പറും പിന്നെ കുറച്ച് സുക്കിനി, അത്രയും വെജിറ്റബിൾസേ ഉള്ളൂ. അതും ഇതിലേക്ക് ആഡ് ചെയ്യാം. അപ്പം എൻ്റെ സൈഡെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ചിക്കൻ എടുത്ത് ഒരു പ്ലേറ്റിലേക്ക് പ്രസൻറ്റ് ചെയ്യാം. ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ആദ്യമായിട്ട് പൊട്ടറ്റോ ഒരു ഹെഡ് പോലെ സൈഡിൽ വയ്ക്കുക. അതിൻ്റെ മേളിൽ നമുക്ക് കുറച്ച് പാഴ്സലി ഇടാം. സ്റ്റൂ. അതിന് താഴെയായിട്ട് ഗ്രീൻ ഗ്രാം റാവ്. അതിൻ്റെ പുറത്തേക്ക് നമ്മുടെ പാനിൽ റോസ്റ്റ് ആയിട്ടുള്ള ചിക്കൻ അത് വയ്ക്കുന്നു. അതിൻ്റെ മേളിലേക്ക് കുറച്ച് സോസ്, ചിക്കൻ്റെ തന്നെ സ്റ്റോക്ക് റെഡ്യൂസ് ചെയ്തെടുത്ത സോസാണിത്. നമ്മുടെ പാൻ റോസ്റ്റ് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇത് എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാവുന്ന, വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ്. അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിഷുമാണ്. അധികം എരിവൊന്നും ഇല്ലാത്ത വളരെ ഹെൽത്തി ആയിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റുള്ള ഒരു ഡിഷാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.